പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. 10ാം തരം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റാണ് ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്നത്. നമുക്കറിയാം, ജീവിക്കാനും ജീവിതം ആവിഷ്കരിക്കാനും ഭാഷ വേണം. ഓരോ ജനസമൂഹവും ചുറ്റുപാടിൽ നിന്ന് ആർജിക്കുന്ന മാതൃഭാഷയിലൂടെയാണ് ജീവിതാവിഷ്കാരം നിർവഹിക്കുന്നത്. ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. ഭാഷ പൂത്തുലയുകയും വികാരങ്ങൾ തളിർത്ത് പരിലസിക്കുകയും ചെയ്യുന്ന മലയാള സാഹിത്യം മാതൃഭാഷയുടെ കരുത്തും സൗന്ദര്യവും വ്യക്തമാക്കുകയാണ് ഈ യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. OV വിജയൻ എന്ന മഹാനായ എഴുത്തുകാരൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ ഒരു ഭാഗമാണ് പ്രവേശകമായി കൊടുത്തിരിക്കുന്നത്. അതിലെ കഥാപാത്രങ്ങളായ രവിയും കുഞ്ഞാമിനയും തമ്മിലുള്ള സംഭാഷണമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കുഞ്ഞാമിന എന്ന കൊച്ചു പെൺകുട്ടിക്ക് വേണ്ടത് ആരും ചാകാത്ത കഥയാണ്. അവളുടെ കുരുന്നു മനസ്സിലെ മോഹം നമുക്കും തിരിച്ചറിവിൻ്റെ വെളിച്ചമാകണം എന്ന മഹത്തായ സന്ദേശമാണ് ഈ പ്രവേശകം നമുക്ക് നൽകുന്നത്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവ്വത്തിൽ നിന്നും എടുത്തു ചേർത്തിട്ടുള്ളതാണ് കഥകളതി മോഹനം എന്ന പാഠഭാഗം. കവി പരിചയം. ആധുനിക ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ പ്രാചീന കവിത്രയത്തിലെ പെട്ട കവിയാണ്. 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം കവി എന്നതിലുപരി സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃക്കനടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പാണ് കവിയുടെ ജന്മദേശമെന്ന് കരുതപ്പെടുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. പോർച്ചുഗീസുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ സദാചാരപരമായി അധപ്പതിച്ചു കിടന്നിരുന്ന ഭാരതീയരെ, പ്രത്യേകിച്ച് കേരളീയരെ ഭക്തിമാർഗത്തിലൂടെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ എഴുത്തച്ഛൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. വിഷ്ണു ഭക്തിയുടെ പ്രചാരകനായി മാറിയ അദ്ദേഹം മലയാള ലിപികളുടെ പരിഷ്കരണത്തിലും മുഖ്യ പങ്ക് വഹിച്ചു. മലയാളത്തിന് നിയതമായ ഒരു കാവ്യഭാഷ നിർമ്മിച്ചത് എഴുത്തച്ഛനാണ്. തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും ആവശ്യമായ പദങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് അവ മലയാളവുമായി ഇടകലർത്തി ഒരു ശുദ്ധമായ മണിപ്രവാള ശൈലിക്ക് എഴുത്തച്ഛൻ രൂപം നൽകി. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. കൂട്ടുകാരെ, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം അല്ലേ. ശീർഷകത്തിൻ്റെ പേര് കഥകളതി മോഹനം എന്നാണ്. ശീർഷകം പറയുന്നത് പോലെ കഥകൾ അതിമനോഹരമാണ് അല്ലേ. നമുക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്. കഥകൾ നമുക്ക് ആനന്ദവും ഉൾക്കാഴ്ചയും ഭാവനയും നൽകുന്നു. അതുകൊണ്ടാണ് കഥയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളതും കഥയാണ്. മഹാഭാരത കഥ 1,20,000 പദ്യങ്ങളുള്ള വ്യാസ മഹർഷി രചിച്ച മഹാഭാരതത്തിൻ്റെ സ്വതന്ത്ര വിവർത്തനമാണ് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ട്. കൂട്ടുകാർ പേടിക്കണ്ട കേട്ടോ. 1,20,000 പദ്യമെന്ന് കേട്ട് ഇത് പഠിക്കാൻ പറ്റുമില്ലേ എന്ന് ആലോചിക്കേണ്ട. അതൊരു ചെറിയൊരു ഭാഗമാണ് നമുക്ക് ആസ്വദിക്കാനുള്ളത്. നമുക്കറിയാം, മഹാഭാരതം 18 പർവ്വങ്ങളായാണ് വ്യാസൻ രചിച്ചിരിക്കുന്നത്. പർവ്വം എന്ന് പറയുന്നത് അധ്യായങ്ങളാണ്. 6ാമത്തെ പർവ്വമാണ് ഭീഷ്മപർവ്വം. നമുക്കറിയാം, കൗരവ സേനയുടെ സർവ സൈന്യാധിപൻ ഭീഷ്മരായിരുന്നു. ആദ്യഘട്ടത്തിൽ കൗരവസേനയെ നയിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ശിഖണ്ഡിയെ മുൻനിർത്തി പരാജയഭീതി കൊണ്ട പാണ്ഡവർ ഭീഷ്മരെ തോൽപ്പിക്കാനുള്ള തന്ത്രം ആവിഷ്കരിക്കുകയാണ്. ഭീഷ്മർ നമുക്കറിയാം, സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്ന വരം നേടിയാളാണ്. അദ്ദേഹത്തെ നേരിട്ട് ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഒടുവിൽ ശരശയിൽ കിടക്കുകയാണ് നമ്മുടെ പിതാമഹൻ. പാഠഭാഗം ആരംഭിക്കുന്നത് കിളിയെ സംബോധന ചെയ്തുകൊണ്ടാണ്. കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയാണ് എഴുത്തച്ഛൻ സ്വീകരിച്ചത്. രാമായണവും മഹാഭാരതവും രചിച്ചത് കിളിപ്പാട്ട് രൂപത്തിലാണ്. കിളിപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് എഴുത്തച്ഛൻ. ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചാൾ എന്ന അർത്ഥത്തിലാണ്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. കഥകളതി മോഹനം.
പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞഞ്ചവി രണ്ടും കുളിർക്കപ്പറകനി നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊടുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളി പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടി ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കും നീതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീല കരിമ്പിൻ്റെ ചാറും ഇളം നീരും പാലും മധുവും കുടിച്ചാലുമാവോളം. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കുക. ഇതിൽ നമുക്ക് അറിയാത്ത പദങ്ങളൊന്നുമില്ല അല്ലേ. പഞ്ചവർണ്ണക്കിളി പെൺകിടാവ് 5 നിറങ്ങൾ ശരീരത്തിലുള്ള പക്ഷിയാണ്. പിന്നെന്താ വരുന്നത്? അടുത്തത് നെഞ്ചം ഹൃദയമാണ്. പഞ്ചസാര മേളിക്കുക കൂടിച്ചേരുക, വെവ്വേറെ വേറെ വേറെ, ഭുജിക്കുക ഭക്ഷിക്കുക, ഇച്ഛ ആഗ്രഹം, മധു തേൻ, ആവോളം ഇഷ്ടം പോലെ. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാത്ത പദങ്ങളൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ് അത് പറഞ്ഞത്? പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ, കിളിയോട് പറയുകയാണ്. അപ്പോൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണമെങ്കിലേ അവരെ എന്ത് ചെയ്യും? വേണ്ടതുപോലെ സൽക്കരിക്കും. ആരെക്കൊണ്ടെങ്കിലും നമുക്കൊരു ഉപകാരം കിട്ടണമെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ കവി ചെയ്തിരിക്കുന്നത്. കവിക്ക് എന്താണ് ദ്രോണപർവത്തിലെ കഥ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭീഷ്മ പിതാമഹൻ ശരശയിൽ കിടന്നു, അതിന് ശേഷമുള്ള കഥ പറയാനാണ് പറയുന്നത്. അതുകൊണ്ട് പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ തെളിഞ്ഞ് എൻ ചെവി, എൻ്റെ ചെവി തെളിയുന്ന വിധത്തിലെ രണ്ടും എൻ്റെ 2 ചെവികളും എന്താണ് തെളിയുന്ന വിധത്തിൽ കുളിർക്കെ പറക നീ എന്നാണ് പറയുന്നത്. അത് പറയുന്നുണ്ടല്ലേ, നെഞ്ചം തെളിഞ്ഞു, മനസ്സ് തെളിഞ്ഞ് പാടാനാണ് പറയുന്നത്. അപ്പം അങ്ങനെ പാടിയാൽ എന്താണ് കൊടുക്കുന്നത്? കുറുക്കിക്കൊഴുത്ത പാൽ, പഞ്ചസാരപ്പൊടി അതെന്താക്കും? കൂട്ടിക്കുഴമ്പാക്കി. അതുമാത്രമല്ല നല്ല കദളിപ്പഴങ്ങൾ അല്ലേ, അതുപോലെ നല്ല കദളിപ്പഴം കണ്ടെത്തി നന്നായി തിരുമ്മി കുഴച്ച് അതിൽ തേനും വെല്ലവും ശർക്കരയും ഒക്കെ ചേർത്ത് വെള്ളിത്തളികയിൽ വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് നീ എടുത്ത് ഭക്ഷിച്ചാലും. പിന്നെ പറയുകയാണ്, ദാഹമുണ്ടെങ്കിലോ, നിനക്ക് ദാഹിക്കുമെങ്കിൽ എന്താ സംഭവിക്കുക? നീലക്കരിമ്പിൻ്റെ ചാറ്, നീലക്കരിമ്പിൻ്റെ ജ്യൂസ്, പിന്നെ ഇളനീര്, പാല്, തേനുമൊക്കെ ആവോളം കുടിക്കുകയും ചെയ്യാം അല്ലേ. നിങ്ങളുടെ വായിൽ വെള്ളം പിന്നെ ഒട്ടുന്നുണ്ടോ? അത്രയ്ക്കും അല്ലേ ഇഷ്ടമായ ഭോജ്യമാണ് ആർക്ക് കൊടുക്കുന്നത്? ഈ പഞ്ചവർണ്ണക്കിളിക്ക് തരാമെന്ന് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ ആവശ്യം പറയുക അല്ലേ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആരെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരൊന്ന് സന്തോഷിപ്പിക്കും. അവരെ സന്തോഷിപ്പിക്കുമ്പോൾ അവരെന്താണ്? മനസ്സ് തെളിഞ്ഞാണ് നമുക്ക് അവർ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം ബാക്കി കാര്യം. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഭീകരമായ യുദ്ധവർണ്ണനയ്ക്ക് മുന്നോടിയായിട്ടാണ് കവി ഇത്തരമൊരു വിഭവ വർണ്ണന നടത്തിയത്. എന്തിനായിരിക്കും അത്? ഇത് നമുക്ക് മനുഷ്യരുള്ളൊരു മുന്നറിയിപ്പാണ്. നാവിൽ കൊതിയൂറുന്ന ഭക്ഷണം സ്വീകരിച്ച് സന്തുഷ്ടമായ ജീവിതം നയിക്കേണ്ടതിന് പകരം സർവനാശത്തിന് കാരണഭൂതമായ യുദ്ധമത്സരങ്ങളിൽപ്പെട്ട് നശിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വേവലാതി കൂടി ഈ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കണം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കിളിയെ കൊണ്ടാണ് പറയുന്നതെങ്കിലും എഴുത്തച്ഛൻ തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ യുദ്ധത്തെക്കുറിച്ച് വളരെ ശക്തമായ കാഴ്ചപ്പാടാണ് യുദ്ധത്തിനെതിരായിട്ട് ഈ എഴുത്തച്ഛനുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാഭാരതം കൃതി തന്നെ അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആശയം ഇവിടെ നമ്മൾ വായിച്ചെടുക്കണം. വിഭവം ഒരു ഭാഗത്ത് അല്ലേ, നാവിൽ കൊതിയൂറുന്ന വിഭവം. അതിനുശേഷം യുദ്ധവർണ്ണനയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് യുദ്ധവർണ്ണന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെ കാണാൻ പോകുന്ന ഭീഷ്മപിതാമഹൻ്റെ പതനം. ശരശയിൽ കിടന്നിരിക്കുകയാണ് അദ്ദേഹം. മാത്രമല്ല ചുറ്റുപാടും കാക്കയും കഴുകനും കുറുനരിയും കീറിപ്പറിച്ച കൗരവരുടെ ശരീരങ്ങൾ, ശവശരീരങ്ങൾ കാണുന്നുണ്ട്. ഇതൊക്കെ അതിനിടയിലാണ് ഇഷ്ടഭോജ്യം ഭുജിച്ച് സന്തുഷ്ടയായ കിളിപ്പെണ്ണിനോട് കവി ബാക്കി കഥ പറയാൻ ആവശ്യപ്പെടുന്നത്. ബാക്കി കവിത ഞാൻ ചൊല്ലുന്നില്ല, നമ്മുടെ വീഡിയോ ദീർഘിച്ചു പോകും. അതുകൊണ്ട് തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക. ഭീഷ്മസമാനൻ, സംഹാരമൂർത്തിയായ ശിവന് തുല്യം എന്നാണ് അർത്ഥം. ശക്തൻ എന്നർത്ഥമുണ്ട്. അരിനിവഹം എന്താണ്? ശത്രുക്കളുടെ കൂട്ടം. ശരശീനം ചരങ്ങൾ കൊണ്ടുള്ള കിടക്കയാണ്.
സുയോധനൻ എന്താർത്ഥം? നമുക്ക് ദുര്യോധനനാണ് അല്ലേ, കൗരവരിൽ മൂത്തയാളാണ്. ദുര്യോധനന് 2 പേരുണ്ട് അല്ലേ, ദുര്യോധനൻ എന്നും സുയോധനൻ എന്നും. ദുര്യോധനൻ എന്ന് പറയുന്നതാണ് എതിർത്ത് നിൽക്കാനാവാത്തവനാണ്, ആർക്കും എതിർക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ശക്തനാണ്. സുയോധനൻ എന്ന് നല്ലവണ്ണം യുദ്ധം ചെയ്യുന്നവനാണ്. ഇപ്പം 2 അർത്ഥം സുയോധനനുണ്ട്. എന്താണ് അപ്പോൾ പറയുകയാണ് ഭീഷ്മസമാനൻ. എന്താണ് അർത്ഥം? വളരെ ശക്തരായ ശത്രു സമൂഹത്തിൻ്റെ മുമ്പിൽ ഭീഷ്മർ ശരശയ്യയിൽ വീണ ശേഷം തോൽവിയേറ്റുവാങ്ങിയ ദുര്യോധനൻ തുടങ്ങിയ 100 പിന്നെ എന്തു ചെയ്തുവെന്ന് നീ എന്നോട് പറയാനാണ് പറയുന്നത്. അപ്പോൾ ഈ കിളി പറയുകയാണ്, എന്താ പറയുന്നത്? ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ. അത് പറയാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ, അത് കുറേണ്ട് പറയാൻ. പക്ഷേ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അക്കാര്യങ്ങൾ കുറേശ്ശെ ചുരുക്കി പറയാമെന്നാണ് കിളി പറയുന്നത്. അപ്പോൾ ഇനി കിളി പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. കിളി പറയുകയാണ്, എന്താ പറയുന്നത്? വൻപനാം കർണനോട് ആശു സുയോധനൻ അൻപോടു സേനാപതിയാക നീ എന്നാൽ. വൻപനാം കർണനോട് അല്ലേ, വലിയവനായിട്ടുള്ള കർണനോട് പെട്ടെന്ന് സുയോധനൻ സ്നേഹത്തോടെ അൻപോട് പറഞ്ഞു, സേനാപതിയാകാം നീ എന്നാൽ. നീ എന്ത് ചെയ്യണം? സേനാപതിയാകണം. അപ്പോൾ കർണൻ ചിരിച്ചുകൊണ്ട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാ, ചിരിച്ചുകൊണ്ട് പറയുകയാണ്, കർണസുഖം ഞാൻ പറയുകയില്ലാരോടും. കർണൻ അല്ലേ, കർണൻ്റെ പേരാണ് കർണസുഖം. ചെവിക്ക് സുഖമുള്ള കാര്യം ഞാൻ ആരോടും പറയാറില്ല. കർണനെക്കുറിച്ച് നമുക്കറിയാം അല്ലേ, നമ്മൾ 8ാം ക്ലാസ്സിൽ കർണനെക്കുറിച്ച് പഠിച്ചിട്ടില്ലേ, അഭിമാനിയാണ്, സത്യസന്ധമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ മറ്റുള്ളവരുടെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറയാറില്ല. ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഒരു സ്വഭാവമാണിത്. മറ്റുള്ളവരെ നല്ല കാര്യം സുഖിപ്പിച്ചിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ. അതാ പറയുന്നത്, കർണന് കർണസുഖമുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല എന്ന് പ്രസ്താവിക്കുക വഴി എന്താണ്, കർണസുഖമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പ്രിയം നേടുന്ന സമൂഹത്തിലെ ചില ആളുകളെ വ്യംഗ്യമായി വിമർശിക്കുക കൂടി കവി ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം കേട്ടോ. തുടർന്ന് ഇത് കേട്ടപ്പോൾ നമ്മുടെ കർണം പറയുകയാണല്ലേ, കർണം പറഞ്ഞു, ദ്രോണരാം ആചാര്യൻ താൻ ഇരിക്കെ എന്തു മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നിതുപട എന്ന് പറഞ്ഞാൽ എന്താണ്, ദ്രോണാചാര്യർ ഉള്ളപ്പോൾ മറ്റുള്ളവരെ സേനാപതിയാക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്നുവെച്ചാൽ ഇവരുടെയൊക്കെ ഗുരു അല്ലേ, ഗുരു കൂടിയാണ് ദ്രോണാചാര്യർ. ദ്രോണാചാര്യരുള്ളപ്പോൾ ഞാനെങ്ങനെയാണ് സേനാപതിയാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. മന്നവ കേൾക്ക, അല്ലയോ രാജാവേ, ആരാ സുയോധനോട് പറയാം, താങ്കൾ കേൾക്കുക. എന്താ പറയുന്നത്? ഭരദ്വാജനന്ദനൻ. ആരാ ഭരദ്വാജനന്ദനൻ? ദ്രോണറിൻ്റെ ദ്രോണറാണ്, ഭരദ്വാജൻ്റെ പുത്രനാണ് ദ്രോണർ. അപ്പോൾ അദ്ദേഹം ഉള്ളപ്പോൾ എന്താ പറയുന്നത്? അദ്ദേഹമുള്ളപ്പോൾ താൻ എങ്ങനെയാണ് സേനാപതിയാവുക എന്ന് ചോദിക്കുന്നത്. അദ്ദേഹമാണ് യോദ്ധാക്കളിൽ പ്രബലനാണ്. പിന്നെ ഞാൻ പക്ഷേ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഭരിക്കാം. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട് മന്നവ, ഞാൻ രാജ്യം ഭരിക്കാം. നിങ്ങൾക്ക് ആ രാജാധികാരം ഉണ്ടല്ലോ, അത് ഞാൻ ഭരിക്കും. സങ്കടമുണ്ടാകയില്ലേതും, നമുക്ക് ഒരു ദുഃഖം ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകം ചെയ്താൽ. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എന്താണ്, മാനിയായിട്ടുള്ള അഭിമാനിയായിട്ടുള്ള സുയോധനൻ ദ്രോണരെ എന്താക്കി? സേനാപതിയാക്കി അഭിഷേകം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സേനാപതിയായി ദ്രോണരെ നിയോഗിക്കുകയും യുദ്ധം വീണ്ടും കനക്കുകയാണ് ചെയ്തത്. അതുവഴി ഇരുഭാഗത്തും കനത്ത നാശം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നത്. കൂട്ടുകാർ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം. പഠന പ്രവർത്തനങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്.